കണ്ണൂർ കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായവർ നിരപരാധികളാണ് എന്ന് ചൂണ്ടിക്കാട്ടി SDPI പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച്. അതേസമയം സംഭവത്തിന് ശേഷം കാണാതായ യുവതിയുടെ ആൺസുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായി. കുടുംബം ആരോപിക്കുന്നത് പോലെ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നും 3.5 വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവതിയെ പരിചയപ്പെട്ടതെന്നുമാണ് സുഹൃത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ആദ്യം ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് പോലീസ് തടയേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്താണ് സ്ഥിതി? അതിവിഷയ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഏതാണ്ട് പിണറായി പോലീസ് സ്റ്റേഷന് 300 മീറ്റർ മാറി ബാരിക്കേഡ് വെച്ചാണ് പോലീസ് ഈ മാർച്ച് തടഞ്ഞത്. പിന്നീട് നേതാക്കൾ പ്രസംഗിച്ച ശേഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ചവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. രാവിലെയാണല്ലോ ഹാജരായത്. കൃത്യമായ മൊഴി പോലീസ് എടുത്തോ? ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഒന്നുമില്ല എന്നാണോ പോലീസിന്റെയും ഇപ്പോഴത്തെ ഒരു നിഗമനം? അതോ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്? അതിവിഷയം പൂർണ്ണമായും കുടുംബത്തെ തള്ളുന്നതാണ് ഈ യുവാവിൻ്റെ മൊഴി. അതായത് യാതൊരു സ്വർണമോ പണമോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പറയുന്ന യുവതിയിൽ നിന്നും താൻ എടുത്തിട്ടില്ല എന്ന് യുവാവ് മൊഴി നൽകുന്നു. അതിനപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാവ് മൊഴിയായി നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ സംഘം തന്നെ മർദ്ദിച്ചു, അതായത് ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന് യുവാവ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തൻ്റെ മൊബൈൽ ഫോണും ടാബും ഇവർ പിടിച്ചെടുത്തു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ പോകുന്ന കാര്യം, ഈ പ്രതികൾക്കെതിരെ 3 പേരാണ് അറസ്റ്റ് ചെയ്യലായത്. അവർക്കെതിരെ അടക്കം കൂടുതൽ വകുപ്പുകൾ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. യുവാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവാവിനെ ആക്രമിച്ചതിനും മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തതിനും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം. 3 യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ കൂടുതൽ ആളുകൾ തന്നെ മർദ്ദിച്ചു എന്ന് യുവാവ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർ ഈ കേസിൽ അറസ്റ്റിലാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, പോലീസിന് അവരെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ? ആ സ്ഥലത്ത് തന്നെ ഉള്ളവരാണല്ലോ. ഈ സംഘം ആരൊക്കെയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കുമോ? തീർച്ചയായിട്ടും അവരെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കും. പോലീസ് ഇപ്പോൾ FIR ഇട്ടതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അതായത് യുവാവിൻ്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. യുവാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ FIR ഇടും. FIR ഇടുമ്പോൾ ഈ അറസ്റ്റായ 3 പ്രതികൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. ആൾക്കൂട്ടമർദ്ദനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. ഒപ്പം തന്നെ കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് എന്ന് യുവാവ് മൊഴി നൽകിയിട്ടുണ്ട്. അവർക്കെതിരെ കൂടി കേസെടുക്കും. അതിനുശേഷമായിരിക്കും ഈ കേസെടുത്ത ആളുകളെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ അവർ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമോ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഈ യുവാവുണ്ട്, ആൺസുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും തുടർ കേസ് രജിസ്റ്റർ ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയ നടപടിയിലേക്ക് നീങ്ങുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുടുംബം പറയുന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ്. സുഹൃത്ത് യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ സ്വർണമോ പണമോ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നും ഇല്ലായിരുന്നു എന്നതാണ് യുവാവ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ശരി, ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകിയത്.